ഉദയ ശോഭ ഉടയവൻ ചുരിയും ശുഭം. Thank you, Catherine. Now I invite our principal and the office bearers to take the oath. Alphonsien Student Cabinet Oath. I, Neha Headley, as the President of the Alphonsien Student Cabinet, I, Alina Kurian, as the Vice President of the Alphonsien Students Cabinet. I, Arathi MB, as the Cabinet Secretary of the Alphonsien Student Cabinet. I, Anjali P. Matthew, as the Treasurer of the Alphonsien Student Cabinet. I, G. Monica George, as the Arts Club Student Coordinator of the Alphonsien Student Cabinet. I, Aishwarya J. Nair, as the Social Media Moderator of the Alphonsien Student Cabinet. I, Marin Maria George, the PG Delegate of the Alphonsien Student Cabinet. Hereby solemnly pledge. Hereby solemnly pledge. In the name of God. In the name of God. That I will remain. That I will remain. Sincere and loyal to the Cabinet. Sincere and loyal to the Cabinet. Upholding the rule of law. Upholding the rule of law. And that. I will execute my responsibilities. I will execute my responsibilities. Properly and honestly. Properly and honestly. To the best of my ability. To the best of my ability. Knowledge. And sense of justice. Without any fear. Without any fear. Favor. Greed. Or self-interest. Thank you. Thank you. Now I invite Kumari Arathi MP, Secretary, for the welcome speech. Namaskaram. Bhumanapata Principal, Reverend Dr. Sister Regina Joseph, Urban Affairs Department Director Dr. Renu Ma'am, College Vice Principal Maraya, Reverend Dr. Sister Minimol Matthew, Reverend Dr. Shaji John, Bursar Reverend Father Jose Joseph, College Student Cabinet President Neha, അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയായ അൽഫോൺസിയൻ സ്റ്റുഡന്റ് ക്യാബിനറ്റ് ട്രസൈർ 2021 തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന നിലയിൽ സ്റ്റുഡന്റ് ക്യാബിനറ്റ് ട്രസൈർ നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കും. If your actions inspire others to dream more, learn more, do more and become more, you are a leader. ജോൺ ആഡംസിന്റെ പ്രശസ്തമായ വരികളാണിവ. നമ്മുടെ കോളേജിലെ ഓരോ അൽഫോൺസിന്റെയും സ്വപ്നങ്ങളെ മുൻനിർത്തി ക്യാബിനറ്റ് ട്രസൈർ ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ ഇവർക്ക് ആവേശവും പ്രസരിപ്പുമാണ് ഞങ്ങൾക്ക് മുതൽക്കൂട്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അൽഫോൺസിയൻ സ്റ്റുഡന്റ് ക്യാബിനറ്റ് ട്രസൈർ 2020 എല്ലാ പരിമിതികളെയും ഉൾക്കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഉദ്ഘാടന പരിപാടിയിൽ പങ്കുചേരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. 2015 സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 2ാം റാങ്കോടെ IAS പരീക്ഷയിൽ വിജയിക്കുകയും കേരളത്തിനാകെ അഭിമാനമാവുകയും ചെയ്തു ഡോക്ടർ രേണു മാം. എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായും തൃശൂർ ദേവികുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സബ് കളക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സേവനമനുഷ്ഠിച്ചിട്ടെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ രേണുരാജ് IAS. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കുവാനായി നമ്മോടൊപ്പം പങ്കുചേർന്ന
അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ രേണു രാജ് IAS മേഡത്തിനെ ഏറെ ബഹുമാനത്തോടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഫോൻസ കോളേജിന്റെ മുൻ വൈസ് പ്രിൻസിപ്പളായും ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായും തന്റെ മികവ് തെളിയിച്ച വ്യക്തിത്വമാണ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ റെജിനാമ. നമ്മുടെ കോളേജിന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ എല്ലാ പിന്തുണയും നൽകി നമ്മോടൊപ്പമുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ റെജിനാമ സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഫോൻസിയൻ സ്റ്റുഡന്റ് ക്യാബിനറ്റ് ട്രസൈർ 2021 മുന്നിൽ നിന്ന് ഉത്തരവാദിത്വത്തോടെ നയിക്കുന്ന കോളേജ് സ്റ്റുഡന്റ് ക്യാബിനറ്റ് പ്രസിഡന്റ് നിഹ ഹെഡ്ലിയെയും ഏറെ സ്നേഹത്തോടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രിൻസിപ്പലിനൊപ്പം നമുക്ക് എല്ലാ പിന്തുണയും നൽകുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൽമാരായ റിയ സിസ്റ്ററിനെയും ഷാജി അച്ഛനെയും ബർസാർ ജോസ് അച്ഛനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിവിന്റെയും ജീവിതത്തിന്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു നൽകി നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകരെയും ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൽഫോൻസ കോളേജിലെ എല്ലാ കരുത്തുറ്റ വിദ്യാർത്ഥിനികളെയും ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, Arati. Now I call upon Kumari Niha Hetley for the presidential address. Sometimes it's the very people who no one thinks anything of, who do things no one can imagine. Sometimes it's the very people who no one thinks anything of, who do things no one can imagine. Respected dignitaries on the panel, my dear teachers, the cabinet, and the ladies of Alphonsa. I am tremendously honored to be the president of the Alphonsien Student Cabinet, Trezire 2021. I stand before you with utmost pride on this momentous day that serves as a reminder of how far we have come and also marks the turning point of the road ahead. Let me share with you all an incident to give you an insight into myself and how the little things we do speak louder. Let me take you all back to our school days, back when we had an hour of PE or drill every once in a week. Once we were done with the regular drill, the boys used to take over the football and basketball ground, leaving us girls to play badminton or to while away our time. A few of us finally ganged up and pressed our PE teacher to let us have at least the basketball court. We eventually got the half court to ourselves, which naturally annoyed the boys, who complained of how they can't really play a real game anymore. The girls, on the other hand, were over the moon to have an opportunity to play a game for once. But my 14-year-old self was not satisfied. I kept pestering our teacher to include girls in inter-house basketball tournaments. Long story short, after a year of tormenting our teacher, we finally had an inter-house basketball tournament for girls for the first time in the history of my school. My friends, in a world that wants us to walk about as representatives of someone else, being yourself can be revolutionary. In a world that wants us to whisper, I urge you to make some noise. I, for one, decided that my silence serves no one. Do your thing and let the chips fall. Now, as we look at the panel of this meeting, we see some independent, distinguished women with whom I feel privileged to share this moment. Our esteemed chief guest, Dr. turned IAS officer, Dr. Renu Raja IAS, is someone who marched to the beat of her drums, who refused to buck under any sort of pressure and continues to inspire countless girls to dream big. And the dearest principal, who always goes that extra mile to give us the support and amenities, even during these hard times. With the proper functioning of different clubs and cells,
She ensures that her students are provided with at the best of their interest. On that note, I grab this opportunity to introduce our cabinet to you. The Alphonsien Student Cabinet emerged as an acting body, just like the college union, but with a difference. The student cabinet consists of 36 delegates at large from all years of every department. As new and diverse as this body is, the functioning of our cabinet and execution of its activities focuses on an integrated diversity that connects all the activities and recreations of the college under a single umbrella. The objective of our cabinet solely banks on the welfare of the students in the long run, with the smooth working of various clubs and cells, and bringing in programs and initiatives for students. We plan on sowing seeds of ideas like importance of independence and stability in life and career among us. The other day, the career and placement cell of our college successfully launched a social campaign called #MoneyMattersHoney to set women on their tracks to attain financial freedom, breaking away from all the stigmas and stereotypes. And our cabinet aims to take it to the grassroots. The ideals of financial freedom and self-reliance must be imprinted in our minds at an early stage. And for that, we'll initiate a dialogue among students and engage them in talks and workshops with experts from different walks of life and career, and provide them with all essentials under the limits of the pandemic. We intend to fully commit to our actions with the arrival of our freshmen. We hope that the seeds that we sow today will be watered and nurtured by the generations of Alphonsians to come and reap the harvest of this endeavor. This is a call to every student out there to stand for the better cause, not whenever it's possible, but especially when it seems impossible. Because progress, my friends, isn't achieved by preachers or guardians of morality, but by madmen, hermits, heretics, dreamers, rebels, and skeptics. As I remain, I quote my favorite lines in Malayalam. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും മുന്നോട്ട് തന്നെ നീങ്ങുക. Thank you. Thank you, Neha. With utmost pleasure, now I invite Renu ma'am for the inaugural address, followed by logo launch. Ma'am, please. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനിയായ പാല അൽഫോൻസ കോളേജിന്റെ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ റെജിനാമ ജോസഫ്, ഈ മീറ്റിംഗിന്റെ റെസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ സ്റ്റുഡന്റ് ക്യാബിനറ്റിന്റെ പ്രസിഡന്റ് കുമാരി നിഹ ഹിറ്റ്ലി, സെക്രട്ടറി കുമാരി ആരതി MP, വൈസ് പ്രസിഡന്റ് കുമാരി അലീന കുര്യൻ, സ്റ്റുഡന്റ് ക്യാബിനറ്റിലെ മറ്റ് അംഗങ്ങൾ, പാല അൽഫോൻസ കോളേജിലെ ഏറ്റവും ബഹുമാന്യരായ അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട dearest girls of Pala Alphonsa College, a very warm good morning to all of you. I'm really delighted to be in this meeting because of two reasons. One is that നിങ്ങളുടെ കോളേജിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ 2 തവണ ഇതേപോലെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അവസാന നിമിഷം ഉണ്ടായ ചില അത്യാവശ്യങ്ങൾ കാരണം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ I always wanted to be part of one of your program because I missed out on 2 opportunities.
രണ്ടാമത്, I feel at the height of my spirits when I talk to energetic girls like you, especially in today's circumstances. It gives me a ray of hope to interact with you and to spend some time with you. നിങ്ങൾക്കറിയാം, തീർത്തും അസാധാരണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം എല്ലാവരും കടന്നു പോകുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സമൂഹത്തിലേക്കുള്ള ദൂരം താണ്ടുന്നതിന്റെ ആദ്യത്തെ പടിയായാണ് കലാലയങ്ങളെ കണക്കാക്കുന്നത്. അറിവിന് പുറമെ എഴുത്തും സൗഹൃദങ്ങളും കൂട്ടായ്മകളും കലകളും എല്ലാം ഒത്തുചേരുന്ന ഒരിടം. നിപ്പയും കൊറോണയും എല്ലാം വന്നും പോയും പിന്നെ വന്നിട്ട് പോകാതെയും ഒക്കെ ഇരുന്നപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ താളം ആകെ മാറി മറിഞ്ഞു. യാത്ര ചെയ്യാനും ലോകം കാണാനും ഒക്കെയുള്ള കൗതുകം ഏറ്റവും കൂടുതലുള്ള പ്രായമാണ്. പക്ഷെ അതൊക്കെ ലാപ്ടോപ്പിലും ഫോണിലും കണ്ട് നമുക്ക് സംതൃപ്തരാകേണ്ട അവസ്ഥയാണ്. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ വീടിന്റെ 4 ചുവരുകൾ നൽകുന്ന സംരക്ഷിത ചുറ്റുപാടിൽ നിന്ന് സമൂഹത്തിലേക്ക്, ആ സമൂഹം നൽകുന്ന അവസരങ്ങളിലേക്ക്, അതോടൊപ്പം അത് നൽകുന്ന വെല്ലുവിളികളിലേക്ക് ഒക്കെ കാലെടുത്ത് വെക്കും മുൻപ് ലോകത്തെ അറിയാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ കലാലയം തന്നെയാണ് ഏറ്റവും നല്ല പരീക്ഷണശാല. സ്റ്റുഡന്റ് ക്യാബിനറ്റ് പോലുള്ള സംവാദ വേദികൾ പ്രദാനം ചെയ്യുന്നതും ഈ വളരെ വലിയ ഒരു അവസരമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്തയിൽ ആഗ്രഹമുള്ളത് ഉപേക്ഷിച്ച് സൗകര്യമുള്ളത് സ്വീകരിക്കുന്ന നിലയിലേക്ക് പലപ്പോഴും ചുരുങ്ങിപ്പോകാറുണ്ട്. മറ്റാരും നടക്കാത്ത വഴികളിലൂടെ നടക്കാൻ ധൈര്യം പോരാതെ വരാറുണ്ട്. അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നടന്ന് വിജയിച്ചതാണ് എന്നുള്ളത് കൊണ്ട് ആ വഴി തന്നെ അനുകരിക്കേണ്ടിയും വരാറുണ്ട്. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞതുപോലെ we all have only one life. അത് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാനുള്ളതാണ്. മറ്റുള്ളവർ കാണിച്ചു തരുന്ന ഒരു ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നാം ആരെങ്കിലും ആയിത്തീരണമെങ്കിൽ, എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ നമ്മൾ എല്ലാത്തിന്റെയും എക്സ്ട്രീം ആവണം എന്നതിനർത്ഥമില്ല. അതല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ തീവ്രമായ നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആകണമെന്നും നിർബന്ധമില്ല. സമൂഹത്തിൽ നടക്കുന്ന എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മളുടെ അഭിപ്രായം പറഞ്ഞിരിക്കണം എന്നും നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ശരിയായി തോന്നുന്നത് ചെയ്യാനും നമുക്ക് താല്പര്യമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇതിന്റെ ഭാഗമാണ്. രാഷ്ട്രീയം മാത്രമല്ല, സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെയായ വിഷയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, യങ്സ്റ്റേഴ്സിനിടയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. മികച്ച സിനിമകളെ പറ്റിയും മികച്ച നോവലുകളെ പറ്റിയും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ സമൂഹം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നോക്കം നിൽക്കുകയാണ്. പക്ഷെ ഈ സാഹചര്യത്തിലും രോഗപ്രതിരോധത്തിന് വേണ്ടി വീടുകളിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോഴും കൂട്ടം കൂടരുതെന്ന് പറഞ്ഞപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം അപ്പോഴും നമുക്കിടയിൽ നിലനിൽക്കുകയാണ്. ഇത് മാത്രമല്ല, ഇത്രയും സാമ്പത്തിക മുന്നോക്കാവസ്ഥ ഉണ്ടായിട്ട് കൂടി സ്ത്രീധനവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും ഒക്കെ കൂടി വരുന്നത് പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കിടയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരം തിന്മകളെ എങ്ങനെ തുടച്ചറിയാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ജീവന്റെ വില എന്താണ് എന്നറിയുമ്പോഴേ ഒരാളെ കൊല്ലാനോ അതല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കാനോ നമുക്ക് അവകാശമില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ വാർത്തകളൊക്കെ ടിവിയിലും പത്രത്തിലും കണ്ട് മറക്കുന്നതിന് പകരം നമുക്കിടയിൽ ചർച്ചയാകേണ്ടത് അതുകൊണ്ട് തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെയും സയൻസിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ വളർച്ചയോടുകൂടി മാതാപിതാക്കളുമായി ഒരു ജനറേഷൻ ഗ്യാപ്പ് വല്ലാതെ വലുതായ ഒരു തലമുറ കൂടിയാണ് നമ്മുടേത്. ഈ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരുന്നതിൽ വിദ്യാലയങ്ങളുടെ
വിദ്യാർത്ഥിയുമാണ്. അടുത്തിടെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു സിനിമ. ഇത് മിക്ക വീടുകളിലെയും കഥയാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കാനുണ്ട്. പക്ഷെ കുറച്ചു നാൾ മുമ്പ് വരെ പുതിയ തലമുറ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ്, ചുറ്റുമെന്ന് നടക്കണമെന്ന് അറിയാത്തവരാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് എന്നൊക്കെ ഒരു ചിന്താഗതി പൊതുവെ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നമ്മുടെ നാട് നേരിട്ട പല ദുരന്തങ്ങളും മുമ്പിലെത്തിയപ്പോൾ ആ ദുരന്തമുഖങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കാനും ഒത്തുകൂടാനും സഹായിക്കാനും ഒക്കെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ കാണിച്ച ആ താല്പര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇങ്ങനെയുള്ള ചിന്താഗതികളെയൊക്കെ പാടെ തുടച്ചെറിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, ഇടപെടേണ്ടിടത്ത് ഇടപെടുന്നുണ്ട്, വളരെ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചരിത്രം ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരു കോളേജിന്റെ പെരുമ നിങ്ങൾക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിലെ ഏറ്റവും മികച്ച നിങ്ങളെ വാർത്തെടുക്കുന്ന ദിനങ്ങളാവും വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ നേരിട്ടായാലും വെർച്വൽ ആയാലും എല്ലാം. പഠനം പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതം ആസ്വദിക്കണം. വീട്ടിൽ അടച്ചിരുന്ന് കഴിഞ്ഞ 2 വർഷക്കാലം വിധികൾക്കിടയിലും അകലങ്ങൾക്കിടയിൽ അടുത്തുകൊണ്ടും പരസ്പരം തുണയാകുമ്പോഴുമാണ് നമുക്ക് ഈ വെല്ലുവിളികളൊക്കെ അതിജീവിക്കാൻ കഴിയും. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, കാരണം അതൊരിക്കലും തിരിച്ചു വരില്ല. വരും ദിവസങ്ങളിൽ അറിവ് നേടാനും ചർച്ച ചെയ്യാനും ആശയങ്ങൾ പങ്കുവെക്കാനും ആശങ്കകൾ അകറ്റാനും വളരാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ സ്റ്റുഡന്റ് ക്യാബിനറ്റ് അതിനുള്ള തുടക്കമായി. സ്റ്റുഡന്റ് ക്യാബിനറ്റ് ട്രിസയർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. Every woman's success should be an inspiration to another. Not just another, should be an inspiration to a lot many who are looking forward. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്ന, മോട്ടിവേഷൻ പകരുന്ന, ഇൻസ്പിറേഷനായി മാറുന്ന മികച്ച വിദ്യാർത്ഥികളും മികച്ച പെൺകുട്ടികളും മികച്ച യുവതികളും മികച്ച ഈ രാജ്യത്തെ പൗരന്മാരുമായി തീരും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Now I invite you for the logo launch. So I declare that the logo is officially launched. Thank you. Now it's time to lend an ear to Kumari Angeline Luca, who is here to soothe us with a melodious track. വിട പറയാൻ
Thank you, Angeline. Now I invite our most beloved principal, Reverend Dr. Sister Regina Ma Joseph, for the address of felicitation. Respected Dr. Renuraj IAS, Director, Department of Urban Affairs of Kerala, Kumari Neha Hetley, President, Alphonsien Student Cabinet, esteemed teachers, members of the Alphonsien Student Cabinet, dear students. I am honored and humbled by your presence and by the generous words of our students introducing today's program. I appreciate the presence of our honored guest, Dr. Renuraj IAS, who is a role model and a source of inspiration for all of us. We conduct this inaugural ceremony in this web platform as we are forced to do so because of the COVID pandemic. May good God keep us all safe and healthy. The Student Cabinet has a major role and responsibility on our campus. We belong to a college that is always forward-looking and has achieved much. The question now is how we will improve all we have built during this pandemic. We do not have all the answers today,
but this is a historic moment to give new hope to our student community and initiate the path forward. We will overcome all this darkness created by pandemic. What should be the priorities of the student cabinet? Maintaining and achieving academic quality must remain our primary focus. We staff, teachers, students, and parents work together and achieve all our wonderful dreams. I thank very specially to our Chief Guest, Dr. Renuraj IAS, for spending this much time with us today. Thank you. Thank you, sister. Renu ma'am is a true inspiration and we would like to hear from you. I now invite Renu ma'am for the interactive session. Yeah, so Good morning. Yeah, good morning. I was about to say that you can start. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് മരിയ ലൂക്കോസ്. ഞാൻ 3rd year ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. മാം സിവിൽ സർവീസിൽ പ്രവേശിച്ചത് മുതൽ പല തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ടാവണം. പല സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുമുണ്ട്. ഇത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ചലഞ്ചിങ് ആയിട്ടുള്ള സിവിൽ സർവീസ് ജീവിതം പഠിപ്പിച്ച പാഠം എന്താണെന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ മാം? ഇൻഫാക്ട് മരിയ പറഞ്ഞതുപോലെ ചുരുക്കി പറഞ്ഞാൽ ഇത് പഠിപ്പിച്ച പാഠം എവറി ഡേ ഗിവ്സ് യു എ ന്യൂ ലെസൺ എന്നുള്ളത് തന്നെയാണ്. മേ ബി ഈ ഒരു ജോബിന്റെ ഒരു പ്രത്യേകതയും അതാണ്. ഇറ്റ് ലാക്സ് റെപ്പിറ്റേഷൻ. ഇന്ന് ചെയ്യുന്ന കാര്യവും നാളെ ചെയ്യുന്ന കാര്യവുമായിട്ട് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി there won't be any similarity. ആൻഡ് ഈ വർഷം ചെയ്യുന്ന കാര്യവും അടുത്ത വർഷം ചെയ്യുന്ന കാര്യവും അത് തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അത് തരുന്ന ചലഞ്ചസ്, they are all quite different. So however difficult it is or however stressful it is, at the end of the day you feel satisfied that you have done something worth it. So അതുകൊണ്ട് തന്നെ as I began with life, every day in life gives you new lessons, and you know this life is too short and it is not enough to see everything, to feel everything, to to get into everything, and that life throws at you. But each and every moment is very precious. Maybe that is a lesson I've learned. Ma'am, I am Megha Vincent from 2nd DC Maths. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾ മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലും പ്രകടമാണ്. ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിനെ സംബന്ധിച്ച് CSEയുടെ തയ്യാറെടുപ്പുകൾ ഉയർത്തുന്ന വെല്ലുവിളികളോടൊപ്പം കോവിഡ് കാലഘട്ടം സൃഷ്ടിക്കുന്ന ആശങ്കകളും ചെറുതല്ല. ഈ പ്രഷേഴ്സിനെ എല്ലാം ഓവർകം ചെയ്ത് ഫോക്കസ്ഡ് ആയി മുന്നേറാൻ ഞങ്ങളുടെ ഇടയിലെ സിവിൽ സർവീസ് ആസ്പിരൻസിനോട് മാമിന് എന്താണ് പറയാനുള്ളത് ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് സിവിൽ സർവന്റ് ആൻഡ് ആസ് എ ഡോക്ടർ? കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾ മെയിൻലി 3 തരത്തിലുണ്ട്. 1 is physical, 2nd is mental, and 3rd is social. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും നോക്കുമ്പോൾ കോവിഡ് വന്നതുകൊണ്ട് നേരിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇല്ലാതായി, എനിക്ക് മീറ്റിംഗ്സ് ഇല്ലാതായി, പക്ഷെ പകരം എല്ലാം ഓൺലൈൻ ആയപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ സ്പെക്സ്. എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, നിങ്ങളിൽ കുറെ പേർക്കും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 1 ചേഞ്ച്, ഫിസിക്കൽ. ആൻഡ് 2nd is mental. ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരുമിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഒരുമിച്ച് സംസാരിക്കുമ്പോൾ, പുറത്ത് പോകുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു മെന്റൽ റിലാക്സേഷൻ വി ആർ മിസ്സിംഗ് ഔട്ട് ഓൺ ലോട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും അതിന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, സൊസൈറ്റി ഇൻക്ലൂഡ്സ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി, എവ്രിവൺ, അവരിൽ നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് എത്രയാണെന്നും മനസ്സിലാക്കാൻ കിട്ടിയ വളരെ വലിയ ഒരു അവസരമാണ്. ഇനി സ്പെസിഫിക്കലി സിവിൽ സർവീസ് ആസ്പിരൻസിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം സിവിൽ സർവീസിന് ആളുകൾ കോച്ചിങ് നടത്താറുണ്ടായിരുന്നു, ലൈബ്രറികളിൽ പോയിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു, ആളുകളുമായി ചർച്ച ചെയ്യാറ്, അതായത് അവരുടെ കോ ആസ്പിരൻസുമായിട്ട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു, മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു.
അപ്പൊ അതൊക്കെ മിസ് ഔട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഗോൺ ഇൻ ടു ഡിപ്രഷൻ തിങ്കിങ് ദാറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു വർഷം ഒഴിഞ്ഞു വെച്ച് പഠിച്ചു, ബട്ട് അൾട്ടിമേറ്റ്ലി വി കുഡ് നോട്ട് പ്രിപ്പയർ. ബട്ട് വൺ തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ദിസ് ഇസ് എ സിറ്റുവേഷൻ എവ്രിവെയർ ഇൻ ദ കൺട്രി. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല, എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. സോ വി ആർ ഓൺ എ ഈക്വലി ഗുഡ് ഫൂട്ടിങ്, ഓൺ എ ഈക്വലി ഗുഡ് പ്ലാറ്റ്ഫോം. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം പെട്ടെന്ന് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളെ പോലെ വരുന്ന എല്ലാ ആസ്പിറൻസിനും ഇതേ സിറ്റുവേഷനിൽ നിന്ന്, ഒരു പക്ഷെ ഇതിലും മോശമായ സിറ്റുവേഷനിൽ നിന്നായിരിക്കും അവരെല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. whatever you are learning, whenever some aspirant asks me, ഞങ്ങൾ ഇത് പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ ഞാൻ പറയും, what you are learning is never a loss. നിങ്ങൾക്ക് സിവിൽ സർവീസ് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ്, ഇതെല്ലാം that will last in your life till the end of your life. അപ്പൊ അതുകൊണ്ട് be very confident, be very focused, think that what you are doing right now is the best possible way to do it, and go ahead. Thank you, ma'am. Good morning, ma'am. I am Shehima Majid. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട് മാമിനെ കാണാൻ പറ്റിയതിലും ഇതുപോലൊരു ഇന്ററാക്റ്റീവ് സെക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മാം എന്ന് പറഞ്ഞാൽ മാം എല്ലാ തരം ഡാൻസ് അതുപോലുള്ള എല്ലാ തരം കോകരിക്കുലർ ആക്ടിവിറ്റീസ് അതുപോലുള്ള മേഖലകളിലൊക്കെ മാമിന്റെ കഴിവ് തെളിയിച്ച ഒരാളാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി എത്ര ഫാസ്റ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞാലും ഇന്നും ഒരു 80% പാരന്റ്സും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി വിശ്വസിക്കുന്നത് പഠനത്തിൽ, അതായത് നമ്മുടെ സ്റ്റഡീസ് കൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളതാണ്. ഇപ്പൊ ഒളിമ്പിക്സ് സമയത്ത് തന്നെ നമ്മൾ പല ട്രോൾസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിലാണ് അങ്ങനെ നമ്മൾ കണ്ടതാണ്, ഒരു PT മാത്സ് അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ചുകൊണ്ട്. പക്ഷെ ഇപ്പോഴും പല പേരൻസും, ഐ തിങ്ക് 80% പേരൻസും ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, പഠിത്തം, മാർക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഈ എല്ലാ മേഖലകളിലും ഇതുപോലെ കഴിവ് തെളിച്ചിട്ടുള്ള ആളായതുകൊണ്ട് മാമിന് എന്താണ് ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? കാരണം ഒരു പഠനം മാത്രമാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. തീർച്ചയായിട്ടും പഠനം മാത്രം പോരാ, ആ കാര്യത്തിലൊരു സംശയമില്ല. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു മോഡൽ ആയിട്ട് വിചാരിച്ചാൽ, പഠനം മീൻസ് ദാറ്റ് യു ആർ എൻഹാൻസിങ് യുവർ ബ്രെയിൻ അല്ലെ. നമ്മുടെ തല മാത്രം വലുതായപ്പോൾ യു ഷുഡ് ഹാവ് ലൈക്ക് യൂണിഫോംലി കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവണം. അപ്പം യു ഷുഡ് ഗ്രോ യൂണിഫോംലി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഡോണ്ട് ടേക്ക് ഇറ്റ്, അത് മുഖവിലേക്ക് എടുക്കണ്ട. സോ പഠനം ഇമ്പോർട്ടന്റ് ആണ്. ഐ വുഡ് നോട്ട് സേ ദാറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല. പക്ഷെ പഠനം കൊണ്ട് മാത്രം എല്ലാം ആവുന്നില്ല. അതല്ലെങ്കിൽ ഐ വുഡ് സേ അതൊരു 50% താഴെ മാത്രമേ ആവൂ. ഒരാള് പഠനത്തിൽ വളരെ നല്ല ആളാണെന്ന്, നന്നായി പഠിക്കാൻ അറിയാവുന്ന, വെരി ബ്രില്യൻറ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ മറ്റു കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ല, അതുപോലെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണമെന്ന് അറിയത്തില്ല, അതല്ലെങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം എന്ന് അറിയത്തില്ലെങ്കിൽ ഇവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവത്തുള്ളൂ. ഒരു മേഖലയിലും, അതിപ്പോ സിവിൽ സർവീസ് മാത്രമല്ല, ഈവൻ ഇൻ സിവിൽ സർവീസ് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, പക്ഷെ ആളുകളുമായി ഇടപഴകാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആളുകളെ കണ്ട ഉടനെ ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ nobody can be successful in life. അപ്പോ നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമുക്കൊരു ജോലി കിട്ടണം, വി ടോക്ക് അബൌട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. നമുക്കൊരു ജോലി വേണം, ജോലി വേണമെങ്കിൽ ഒരു എക്സാം എഴുതണമെങ്കിൽ പാസ് ആവണം, അതിന് നമുക്ക് നോളജ് ആവശ്യമുണ്ട്. സോ ഡെഫിനറ്റ്ലി നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ two things: one, to cope up with the society, and two, to cope up with yourself. അതായത് ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ, we are no machines. അപ്പോൾ we also get bored, we also get frustrated, we get angry, we get depressed. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽസിയിലേക്ക് വരണമെങ്കിൽ we always need a hobby. Hobby can be anything. ഒരു കുക്കിംഗ് ആവാം, അതല്ലെങ്കിൽ ഡാൻസിങ് ആവാം, റീഡിങ് ആവാം, എന്തും ആവാം. And if your hobby is something related to sports, it is very great. കാരണം it helps you mentally, it helps you physically. Physically fit ആവാൻ വേണ്ടി നമ്മൾ പിന്നെ പോയി ട്രെഡ്മില്ലിൽ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. We already have a hobby which is a sport. So അപ്പോൾ അതുകൊണ്ട് that is really great. പക്ഷേ as you rightly said, our society is yet to accept the fact. നമ്മൾ ഒളിമ്പിക്സ് വന്നപ്പോൾ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ പറയും പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, കളിക്കരുത്, മെഡൽ കിട്ടുമ്പോൾ എല്ലാം ആർക്കാ കിട്ടുന്നത്?
So we are in the course of proving it to the society that we are equally good or more good at doing all these things, not just sitting in the classroom and studying. But it will take some time, and we have to understand that it will take some time. Pakshe idu maarum. We will come to a better world. Till then, hold on. You keep good at your studies, but meanwhile, don't discourage anything that you are passionate about. Other sports, other hobbies, and try to bring on board your parents also, because ultimately their support matters. പക്ഷേ എല്ലാ പാരന്റ്സും പറഞ്ഞതുപോലെ അത്ര സപ്പോർട്ടീവ് ആയിരിക്കത്തില്ല. So you do one thing, you study for them, you pursue your passion for yourself. Thank you, ma'am. Good morning, ma'am. I'm Devika Vijayan from second DC Botany. എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഔദ്യോഗിക ജീവിതത്തിൽ മാമിനെ എന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാനാകുന്ന വിധത്തിലുള്ള ഒരു അനുഭവത്തെ കുറിച്ച് ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? There are a lot many. ചിലതൊക്കെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. Among the places I work so far, Devikulam is very close to my heart. അതിന് കാരണം നിങ്ങൾ കേട്ടിട്ടുള്ള വിവാദങ്ങളും അതൊന്നുമല്ല. But that place has got a lot of people who are so good at heart. വളരെ പാവപ്പെട്ട ആളുകൾ, പക്ഷേ എന്താ പറയുക, ഈ പുറമെയുള്ള ലോകത്തിന്റെ കാപട്യങ്ങളൊന്നും എത്തിച്ചല്ലാത്ത ഒരു സ്ഥലമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് that place is close to my heart. അപ്പോ അവിടെ being a very difficult terrain, hilly terrain, it is very rare to find lady officers there. അപ്പോ അവർക്ക് ആദ്യം ഭയങ്കര അത്ഭുതമായിരുന്നു, like somebody like them has come as a sub-collector, because avade since it is geographically very large, avരുടെ ആക്സസ്, അതായത് കളക്ടറേറ്റിലേക്കൊക്കെ പോകാനുള്ള ആക്സസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് സബ് കളക്ടർ ഇസ് ലൈക്ക് the officer to go to for anything and everything in that place. അപ്പൊ അതുകൊണ്ട് a lot of ladies started coming to my office. So many of them had issues which could not be sorted out earlier. Like there was a lady who was a widow, a very young girl, a young widow with a small child. So she was being pestered regularly. അവിടെയുള്ള ഒരു ലോക്കൽ ഒരു gang was pestering her because she was staying alone. So she wanted some issues related to her land to be sorted out, so that these people will not come and torture her anymore. അവിടുത്തെ ഒരു പ്രത്യേകത, land issues are very complex there. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് നിയമപരമായിട്ട് ക്ലാരിറ്റി ഒക്കെ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. But some things you have to interpret laws in your own ways so that you can provide some relief to somebody. എല്ലാം എഴുതി വെക്കുന്ന നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ മനുഷ്യർക്ക് പ്രയോജനപ്പെടാത്ത നിയമങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. അതല്ലെങ്കിൽ പലപ്പോഴും മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നിയമങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. So that was at one point I could help her. അതിനുശേഷം she came to my office with her mother and her child to thank me, saying that ഇപ്പോൾ ആളുകൾ രാത്രിയിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നില്ല, so I'm able to sleep peacefully. I hope the situation still continues. അപ്പോൾ this is a small thing, this is not a big thing. ഇതിൽ നമ്മൾ വലിയ മാജിക് ഒന്നും ചെയ്തതല്ല. But thanks to our position, we'll be able to interfere in things which will be big to some people. നമുക്ക് അതൊരു വലിയ കാര്യമായിരിക്കത്തില്ല, പക്ഷെ for them it is something big. So there are some of such incidents which are very close to me. Thank you, ma'am. Good morning, ma'am. I am Abita Sarian from second DC Chemistry. എനിക്ക് മാമിനോടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലോകവും ജീവിത സാഹചര്യങ്ങളും ഇത്ര മാറിയിട്ടും ഇന്നും സ്ത്രീ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് വന്നാൽ അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരോടുള്ള മാമിന്റെ പ്രതികരണം എന്താണ്? അവരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവരോട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ബട്ട് യു ആർ പെർഫെക്റ്റ്ലി റൈറ്റ്.
പറഞ്ഞതും ശരിയാണ്. At any point of time, at any position, you always have to prove that you are worth it. അതൊരു പരീക്ഷ എഴുതിയാലോ ഒരു പൊസിഷനിൽ എത്തിയാലോ ഒന്നും മാറുന്നില്ല. At every point of time, in every single action, you have to additionally prove that it doesn't matter I am a lady, I am able to do it. അപ്പൊ ഈ ഒരു additional burden എപ്പോഴും നമ്മളുടെ തലയുടെ മുകളിൽ ഇങ്ങനെ ഉണ്ട്. But that is okay. We need not answer everybody. We need to answer only people who are worth it. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ just forget them. Just think that they are not even in your path. Thank you, ma'am. Good morning, ma'am. Ma'am, my name is Agnes John Sabu. Ma'am, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. അതായത് IFS, IPS അങ്ങനെ ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. പക്ഷെ മാം എന്തുകൊണ്ടാണ് IAS എന്നൊരു ഫീൽഡ് സെലക്ട് ചെയ്തത്? First of all, to be frank, like many of you, I also had only minimum idea about what civil service is when I went for writing the exam. ഇപ്പൊ നാളെ നിങ്ങൾ എഴുതാൻ പോയാലും നിങ്ങൾ സിവിൽ സർവീസിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല മിക്കവാറും എഴുതാൻ പോകുന്നത്. സോ നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ I also had a general perception that yes, this is the best thing, so you should opt for this. So I opted for it. ആ ഒരു സമയത്ത് അത്രയും ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ once I have come to service, I have learned the positives and negatives of a lot of services. IAS is indeed, if you're looking for opportunities, if you're looking for variety, if you're looking for interventions beyond your power, yes, it is the service to be. കാരണം ഈ പറഞ്ഞതുപോലെ like I was doing my sub collectorship somewhere. Today I am the director of urban affairs, so I deal with municipalities and corporations. Tomorrow I can be in, say, Department of Women and Child. So അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പുതിയ പോളിസി മേക്കിങ്ങിനും അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. But every service has got its own opportunity. ഇപ്പോൾ ഒരാൾക്ക് IAS കിട്ടിയില്ല, വേറൊരു സർവീസ് ആണ് കിട്ടുന്നത്, it doesn't mean that it is anything less. ഒരാൾക്ക് റവന്യൂ സർവീസ് ആണ് കിട്ടുന്നതെങ്കിൽ it has got a lot of opportunities. കസ്റ്റം സർവീസ് ഉണ്ട്, ഇൻകം ടാക്സ് സർവീസ് ഉണ്ട്, അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ്. Somebody can be in IPS, it has got equally good opportunities. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉള്ള എന്ത് കാര്യം വന്നാലും എന്ത് ഇംപ്ലിമെന്റേഷനും നമുക്ക് സഹായകമായി ആവശ്യമുള്ളത് പോലീസ് ഫോഴ്സ് ആണ്. So if you are able to command a police force, it is equally good. If you are able to go as a representative of your country abroad, it is nothing like that. You are representing the entire population of India somewhere abroad. അവിടെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മൾ സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ നമ്മുടെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരെയാണ്, ഫോറസ്റ്റ് സർവീസസ്. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി സർവീസ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഓപ്പർച്യൂണിറ്റി. Nothing is higher, nothing is lower. പക്ഷേ since I am in the service, I have found it out that it is not a waste of time. It is actually good, not just for the people or the society, but for yourself also. Because meanwhile, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് we study, but once we get into a job, what we usually do is we stop studying, we stop updating ourselves. അപ്പോൾ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നമ്മൾ പത്രം വായിക്കേണ്ട ആവശ്യമില്ല, മാഗസിൻസ് നോക്കേണ്ട ആവശ്യമില്ല, ന്യൂസ് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. But this job puts you under pressure to update yourself every day. കാരണം you deal with such people. അപ്പം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടി it puts you under pressure to understand what is going on around. So that way it helps yourself also, it enriches yourself also. So maybe that is why I like Thank this you, job. ma'am. Thank you. So shall we wind up? Yes, ma'am. Ma'am, Yes, one more question. Anna. Hi, ma'am. My name is Anna Dominic and I'm from Second DC History. മാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ, ഈ വീഡിയോടെ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കേൾക്കുകയുണ്ടായി, സിനിമയിലെ കളക്ടർ എന്ന് പറഞ്ഞ സൂപ്പർ പവർ ആണ്, എല്ലാ കാര്യവും സെക്കൻഡ്സിനുള്ളിൽ ചെയ്യും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. അപ്പൊ മാം ഇപ്പൊ അത് രണ്ടും ഫേസ് ചെയ്യുന്ന ആളാണ്, സിനിമയിലേതും റിയൽ ലൈഫിലും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് മോളിൽ നിന്നുള്ളവരുടെ അനുവാദങ്ങൾ കിട്ടിയിട്ട് വേണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ പോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് മാമിന് അബ്സല്യൂട്ട്ലി തോന്നിയിട്ടുണ്ടാവില്ല? ഇങ്ങനെയൊന്നും പോരാ, കുറച്ചും കൂടി ഒക്കെ പവേഴ്സ് വേണം,
സോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും? മാം ഈ ഇതിന്റെ ടോപ്പിലാണെങ്കിൽ ഈ കളക്ടേഴ്സിന് കുറച്ചും കൂടി പ്രൊഫഷൻസ് അനുവദിക്കുക. അങ്ങനെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഓൾ ഓഫ് us come to this job at a very young age. അപ്പോ ലൈക്ക് യു വി ഓൾസോ ഫീൽ ദാറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, ഇങ്ങനെ പോരാ, അങ്ങനെ ചെയ്യണം. സോ വി ഓൾ ആർ ഇൻ ദാറ്റ് ദാറ്റ് ഏജ് ഓഫ് ബോയിലിംഗ് ബ്ലഡ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തിരുന്നെങ്കിൽ, പെട്ടെന്ന് പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ നന്നായി ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഈ അവസരം പോയത് ഈ ഡിലേ ഉണ്ടായതുകൊണ്ടാണ്, പെട്ടെന്നായിരുന്നെങ്കിൽ ഇതൊക്കെ നന്നായി ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പോ എനിക്ക് തോന്നുന്നു when I come to that position also, maybe I will also not be too liberal to anybody, because we are all part of the system. It's like a running wheel. അതിന് ഒരു സെന്റർ ഉണ്ട്, അതിന്റെ സ്പോക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം അതിന്റെ രീതിയിൽ പോകും. ഏതെങ്കിലും ഒരു ഓഫീസർക്ക് അൺലിമിറ്റഡ് പവേഴ്സ് വരുമ്പോൾ നമ്മുടെ സിസ്റ്റം വിൽ സ്റ്റോപ്പ് ടു ബി ദ സിസ്റ്റം ദാറ്റ് വി ആർ യൂസ്ഡ് ടു ബി. വി ഓൾ ലിവ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് അതില് ഡിസിഷൻ മേക്കിങ്ങിന് ഓരോ ലെവൽസ് ഉണ്ട്. ഹയർ ഓഫീഷ്യൽസ് ഉണ്ട്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, ജൂനിയർ ഓഫീസേഴ്സ് ഉണ്ട്, സബോർഡിനേറ്റ് സ്റ്റാഫ് ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മേ ബി ഇൻഡിവിജ്വൽ കേസസിൽ there can be some variations, but ഈ ചെക്സും ബാലൻസും എപ്പോഴും നമ്മുടെ സിസ്റ്റം നിലനിൽക്കാൻ വേണ്ടി ആവശ്യമാണ്. So I would not, if I come to that position, I would not also suggest a major change, but maybe minor case-to-case basis we can think about it. Thank you, ma'am. Thank you, ma'am. That was so much pleasure listening to you. Thank you for your valuable time and words. Now I call upon Kumari Alina Kurian, Vice President, for the vote of thanks. United we stand, divided we fall. Union is strength. There goes the proverb. ഞാൻ എന്നതിലുപരി നാമിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കൂട്ടം ജനതകളുടെ നാടാണിത്. ഓരോ കൂട്ടായ്മയും ഓരോ മാറ്റമാണ്, ഓരോ ചരിത്രമാണ്, ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന പുത്തൻ ആശയങ്ങളാണ്. ഇന്നിവിടെ പുതിയ ചരിത്രം കുറിക്കപ്പെട്ടു. The secret of getting ahead is getting started. Alphonsien Students Cabinet Trezire ഇന്ന് ഔദ്യോഗികമായി അതിന്റെ വിജയഗാഥ തുടങ്ങുന്നു. ഈ സുവർണാവസരത്തിൽ തന്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന് ട്രെസറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച പ്രിയ ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് അർബൻ അഫയേഴ്സ് ഡയറക്ടർ ശ്രീമതി രേണുരാജ് IASന് എന്റെയും സ്റ്റുഡൻസ് ക്യാബിനറ്റിന്റെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുന്ന, ഇന്നിവിടെ ആശംസ അറിയിച്ച് സംസാരിച്ച പ്രിയ പ്രിൻസിപ്പൽ റവറർ ഡോക്ടർ സിസ്റ്റർ റെജീനാമ ജോസഫിന് എന്റെയും ക്യാബിനറ്റിന്റെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഇന്നിവിടെ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിച്ച സ്റ്റുഡൻസ് ക്യാബിനറ്റ് പ്രസിഡന്റ് കുമാരി നിഹ ഹെഡ്ലിക്കും സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച സ്റ്റുഡൻസ് ക്യാബിനറ്റ് സെക്രട്ടറി കുമാരി ആരതി എംപിക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എല്ലാ പരിപാടികളിലും ഞങ്ങൾക്ക് പിന്തുണയേകി കൂടെ നിൽക്കുന്ന കോളേജ് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, റവറർ ഡോക്ടർ ഷാജി ജോൺ, റവറർ ഡോക്ടർ ജോസ് ജോസഫിനും ഹാർദവമായി നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകി സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ യൂണിയൻ അഡ്വൈസേഴ്സ് ഡയാന മാമിനും അന്നു മാമിനും, ഒപ്പം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമേകുന്ന പ്രിയ അധ്യാപകർക്കും ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. മനോഹരമായ സംഗീതം കൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് നിറം ചാർത്തിയ കുമാരി ഏഞ്ചലിൻ ലൂക്കയ്ക്കും കുമാരി കാതറിൻ ലിജോനും എല്ലാ ക്യാബിനറ്റ് മെമ്പേഴ്സിനും അൽഫോൻസിയൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. Thank you. Best wishes. Thank you, ma'am. With this, we have come to the end of today's ceremony. Wishing each one of you a great day ahead. You may leave the meeting now. Thank you.